റൂബി ആടി തുടങ്ങിക്കോ. അല്ല ഇത് ഇതാക്കണേ സ്ക്രീന് ഷെയർ ആക്കാൻ. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ നോക്കിയടി. അപ്പൊ തുടങ്ങാൻ കേട്ടോ. അപ്പോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബോൺ മാരോ എക്സാമിനേഷൻ, ഡയഗ്നോസിസ് ഓഫ് മലേറിയ, ലാബ് ടെസ്റ്റ് ഇൻ അനീമിയ, ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസി, ലാബ് ടെസ്റ്റ് ഇൻ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് ബോൺ മാരോ എക്സാമിനേഷൻ, ലാബ് ടെസ്റ്റ് ഇൻ അനീമിയ ആൻഡ് ലാബ് ടെസ്റ്റ് ഇൻ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്. അപ്പോൾ ഫസ്റ്റ് മൂന്നും ഇതാണ് പറയാം, ബോൺ മാരോ എക്സാമിനേഷനും അനീമിയയും ബ്ലീഡിംഗ് ഡിസോർഡറും. പിന്നെ ഡയഗ്നോസിസ് ഓഫ് മലേറിയ എന്ന് പറയുന്നത് നമ്മളെന്താ എക്സാക്ട് നമ്മളെ മൈക്രോബയോളജി ടെക്സ്റ്റ് ആണ്. മീൻസ് മലേറിയന്റെ സൈക്കിളും അതിൽ തിക് സ്മിയറും അതൊക്കെ അതിൽ കാര്യമായിട്ട് പറയണുള്ളൂ. പിന്നെ ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസിൽ കാര്യമായിട്ട് നമ്മളെ എന്താണ് പാത്തോളജി, AML, CML അങ്ങനത്തെ കാര്യമായിട്ട് അത് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി ലാബോറട്ടറി ഡയഗ്നോസിസ് എന്ന രീതിയിൽ നമ്മൾ ഈ മൂന്നെണ്ണത്തിലാണ് മേജറായിട്ട് പറയണത്. അപ്പോൾ ഒരു ഫസ്റ്റ് വൺ ബോൺ മാരോ എക്സാമിനേഷൻ. അപ്പോൾ ബോൺ മാരോ എക്സാമിനേഷൻ നമുക്ക് ഒരു ക്ലാസ് നന്ദിനി മാം എടുത്തതല്ലേ, ആ ഇൻസ്ട്രുമെന്റ്സിന്റെ ഇതിൽ ബോൺ മാരോ എക്സാമിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു. അപ്പോൾ ബോൺ മാരോ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ബോൺ മാരോ ഉണ്ട്. യെല്ലോ ബോൺ മാരോ ഉണ്ട്, റെഡ് ബോൺ മാരോ ഉണ്ട്. പിന്നെ മാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏജ് അനുസരിച്ചിട്ടാണ് നമ്മൾ പറയാം. ഇപ്പോൾ 90 ഇയർ ഓൾഡ് ആയ ഒരാളാണെങ്കിൽ അയാൾക്ക് എത്ര പെർസെൻറ്റേജ് മാത്രമേ എന്തുണ്ടാവുള്ളൂ? 10% റെഡ് ബോൺ മാരോ ഉണ്ടാവും. റിമൈനിങ് 19% എന്തേക്കാരം? യെല്ലോ ബോൺ മാരോ ആയിക്കാരം. അപ്പൊ ഏജ് അനുസരിച്ചിട്ട് നമുക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് പറയാം. മീൻസ് റെഡ് എത്രയുണ്ട്, യെല്ലോ ബോൺ മാരോ എത്രയുണ്ടെന്ന്. ഇനി അപ്പൊ ഒരു 10 ഇയർ ഓൾഡ് ബോയ് ആണെങ്കിൽ നമുക്ക് എന്തേക്കാരം? 10% മാത്രമേ യെല്ലോ ബോൺ മാരോ ഉണ്ടാവുള്ളൂ. റിമൈനിങ് 90% എന്തേക്കാരം? റെഡ് ബോൺ മാരോ ആയിരിക്കും. അപ്പോ ഈ റെഡ് മീൻസ് ബോൺ മാരോ നമുക്ക് 2 മെത്തേഡിൽ സാമ്പിൾ ചെയ്യാം. ഒന്ന് ആസ്പിറേഷൻ ചെയ്യാം, ഒന്ന് ബയോപ്സി ചെയ്യാം. അപ്പൊ ആസ്പിറേഷൻ നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ ഫ്ലൂയിഡ് എടുക്കുക. ആസ്പിറേഷൻ നമ്മൾ ഫ്ലൂയിഡ് എടുക്കുക. ബയോപ്സിയിൽ എന്താ? ആ ബോണിന്റെ ഒരു സെക്ഷൻ മീൻസ് ടിഷ്യൂ സെക്ഷനിങ് എടുക്കുക. ഇനി ഇപ്പോഴേക്കാണ് ബോൺ മാരോ ആസ്പിറേഷൻ, ഏതൊക്കെ കണ്ടീഷനിലാണ് ബോൺ മാരോ ആസ്പിറേഷൻ ചെയ്യേണ്ടി വരിക? അതിന് ഫസ്റ്റ് വൺ എന്താ? അൺഎക്സ്പ്ലെയിൻഡ് സൈറ്റോപീനിയ. അപ്പോ എന്താണ്? ഒരാൾക്ക് സൈറ്റോപീനിയ ഉണ്ട്. അപ്പൊ സൈറ്റോപീനിയ എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിന്റെ എമൗണ്ട് കുറയാം. അപ്പൊ എന്താ? ഒന്നുകിൽ ബ്ലഡ് സെല്ല് കുറഞ്ഞതാവാം, അല്ലെങ്കിൽ എല്ലാ ബ്ലഡ് സെൽസും കുറഞ്ഞതാവാം. അപ്പോ ഇതിന് എപ്പോഴാണ് ഇതിന്റെ അപ്ലിക്കേഷൻ വരികയെന്ന് വെച്ചാല്, ഒന്നിപ്പോ എന്താണ്, നമുക്കൊരു മൈക്രോസൈറ്റിക് അനീമിയ ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ മൈക്രോസൈറ്റിക് അനീമിയ ഉണ്ട്, അപ്പൊ നമുക്ക് അത് അറിയില്ല. നമുക്ക് മൈക്രോസൈറ്റിക് അനീമിയ കുറെ കോസ് കൊണ്ട് വരാം. അപ്പൊ അത് ഏതൊക്കെ കോസ്? ഒന്നുകിൽ അപ്പൊ അയൺ ഡെഫിഷ്യൻസി ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോണിക് ഡിസീസ് കൊണ്ടും മൈക്രോസൈറ്റിക് അനീമിയ വരാം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മൈക്രോസൈറ്റിക് അനീമിയ വന്നത്? എന്നുവെച്ചാൽ അയൺ ഡെഫിഷ്യൻസി ആണോ അതോ ക്രോണിക് ഡിസോർഡർ ആണോ? അപ്പൊ നമ്മൾ ബോൺ മാരോ ആസ്പിറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, മീൻസ് അയൺ ആണോ അല്ലെങ്കിൽ ക്രോണിക് ഡിസീസ് കൊണ്ടാണോ വന്നത്, അല്ലെങ്കിൽ എന്താ മെഗാലോബ്ലാസ്റ്റിക് ആവും, വൈറ്റമിൻ B12 ഫോളിക് ആസിഡിന്റെയോ ഡെഫിഷ്യൻസി കൊണ്ടാവാം. അല്ലെങ്കിൽ എന്താവാം, ഏതെങ്കിലും ഒരു ലിവറിന് എന്തെങ്കിലും ഡിസീസും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും കൊണ്ടും വരാം എന്ത്? മാക്രോസൈറ്റിക് അനീമിയ. അപ്പൊ അത് ഡിഫറൻഷിയേറ്റ്, മെഗാലോബ്ലാസ്റ്റിക് ആണോ അല്ലേ. ഇനി ഇമ്മ്യൂണോ ത്രോംബോസൈറ്റിക് പെർപ്യൂറ. അപ്പൊ ITP എന്തുകൊണ്ട് വരാം? പ്ലേറ്റ്ലെറ്റ് പ്രൊഡക്ഷനും വരാം, വേറെ കുറെ റീസൺസ് കൊണ്ടും വരാം. അപ്പൊ ഇതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബോൺ മാരോ ആസ്പിറേഷൻ ചെയ്യാം. ഇനി രണ്ടാമത്തെ കേസ് എന്താ? സസ്പെക്റ്റഡ് അക്യൂട്ട് ലുക്കീമിയ. അപ്പൊ എന്താണ്? ഒരാൾക്ക് ലുക്കീമിയ ഉണ്ട്. അപ്പൊ ലുക്കീമിയ ഉണ്ട്, അയാൾക്ക് ലുക്കീമിയ ഉണ്ട്. പക്ഷെ നമ്മൾ ബ്ലഡ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അയാൾക്ക് എന്തേക്കാരം? WBC കൗണ്ട് ഒക്കെ നോർമലേക്കാരം. അപ്പൊ WBC കൗണ്ട് നോർമൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ബോൺ മാരോ ആസ്പിറേഷൻ ചെയ്യേണ്ടി വരും.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കാണും? നമുക്ക് ബോൺ മാരോയിൽ അബ്നോർമൽ സെൽസ് കാണാൻ പറ്റും. അതാണ് ഡിറ്റക്ഷൻ ഓഫ് സബ് ലുക്കീമിക് അല്ലെങ്കിൽ ലുക്കീമിക് ലുക്കീമിയ. സബ് ലുക്കീമിക് എന്ന് പറഞ്ഞാൽ WBC കൗണ്ട് നോർമൽ ആവും, പക്ഷെ പെരിഫറിയിൽ നമുക്ക് അബ്നോർമൽ സെൽസ് കാണാൻ പറ്റും. ഇനി ലുക്കീമിക് ലുക്കീമിയ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ലുക്കീമിയ ഉണ്ട്, പെരിഫറിയിൽ എന്താ WBC കൗണ്ട് നോർമൽ ആണ്, പക്ഷെ പെരിഫറിയിൽ നമുക്ക് അബ്നോർമൽ സെൽസ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ബോൺ മാരോ ആസ്പിറേഷൻ എടുത്താൽ മാത്രമേ എന്ത് കാണാൻ പറ്റൂ? അബ്നോർമൽ സെൽസ് മാത്രം കാണാൻ പറ്റും. ഇനി അക്യൂട്ട് മൈലോ ലുക്കീമിയ വിത്ത് ട്രൈലീനീസ് ഡിസ്പ്ലേസിയ, പിന്നെ എന്തെങ്കിലും സൈറ്റോജനറ്റിക് അനാലിസിസ്, പിന്നെ ഡിറ്റക്ഷൻ ഓഫ് റെമിഷൻ. റെമിഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ഡിസീസിന് ഇപ്പൊ പറഞ്ഞ ഒരു ലുക്കീമിയ ഉണ്ട്, പക്ഷെ ലുക്കീമിയന്റെ സൈൻസും സിംറ്റംസും ഒന്നും കാണുന്നില്ല. അപ്പൊ ആ കേസിലൊക്കെ ഇനി അല്ലെങ്കിൽ സസ്പെക്റ്റഡ് ആയിട്ട് മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം, അല്ലെങ്കിൽ എന്തെങ്കിലും മൈലോ പ്രോലിഫറേറ്റീവ് ഡിസോർഡർ സച്ച് CML, പോളിസൈത്തീമിയ വേറ, അല്ലെങ്കിൽ പ്ലാസ്മ സെൽ ഡിസ്കേരിയ സച്ച് മൾട്ടിപ്പിൾ മൈലോമ, അല്ലെങ്കിൽ പൈറക്സി ഓഫ് അൺനോൺ ഒറിജിൻ. മീൻസ് കുറെ കാലമായിട്ട് പനിയുണ്ട്, പക്ഷെ എന്താണ് ഒറിജിൻ അറിയില്ല. അപ്പൊ നമുക്ക് ലിഷ്മാനിയ ഡൊണോവിന്റെ കേസിലൊക്കെ അങ്ങനെ ഉണ്ടാവാം. ഇനി എന്തെങ്കിലും സ്റ്റോറേജ് ഡിസോർഡേഴ്സിന്റെ കേസിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരും, കാല അസാർ, മിലിയറി ട്യൂബർക്കുലോസിസ്. അപ്പൊ ഇതിലൊക്കെയാണ് എന്ത് വരിക? നമ്മള് ബോൺ മാരോ ആസ്പിറേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ. അതിൽ ഫസ്റ്റ് വൺ ഒന്ന് അൺഎക്സ്പ്ലെയിൻഡ് സൈറ്റോപീനിയ, രണ്ടാമത്തത് അക്യൂട്ട് ലുക്കീമിയ, പിന്നെ മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം, പിന്നെ മൈലോ പ്രോലിഫറേറ്റീവ് ഡിസോർഡേഴ്സ്, പിന്നെ മൾട്ടിപ്പിൾ മൈലോമ, പൈറക്സി ഓഫ് അൺനോൺ ഒറിജിൻ, പിന്നെ സസ്പെക്റ്റഡ് സ്റ്റോറേജ് ഡിസോർഡേഴ്സ്, പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ. അപ്പൊ ഇതിൽ കുറച്ചെങ്കിലും ഇൻഡിക്കേഷൻസ് അറിഞ്ഞിരിക്കണം. ഫുൾ അറിയില്ലെങ്കിലും ഒരു 4 ഇൻഡിക്കേഷൻസ് എങ്കിലും നമ്മൾ അറിയണം എവിടേക്കാണ് ബോൺ മാരോ ആസ്പിറേഷൻ ചെയ്യണതെന്ന്. ഇനി അടുത്ത മെത്തേഡ് എന്താ? ബോൺ മാരോ ബയോപ്സി. അപ്പോ ബോൺ മാരോ ബയോപ്സി എപ്പോഴാ ചെയ്യാ? ഒന്ന് ആസ്പിറേഷൻ റിപ്പീറ്റഡ് ആയിട്ട് ഫെയിലിയർ എന്ന് വെച്ചാൽ നമുക്ക് ആസ്പിറേഷൻ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കറക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അപ്ലാസ്റ്റിക് അനീമിയന്റെ കേസിൽ മൈലോ ഫൈബ്രോസിസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോക്കൽ ലീഷൻസ് ഉണ്ട് വെച്ചാൽ ഗ്രാനുലോമ ഉണ്ടാകും, ട്യൂബർക്കുലോസിസ്, അങ്ങനത്തെ കണ്ടീഷൻസിലേക്ക്, അല്ലെങ്കിൽ ഹെയർ സെൽ ലുക്കീമിയ, അല്ലെങ്കിൽ ബോൺ ഡിസോർഡർ സച്ച് ആസ് ഓസ്റ്റിയോപൊറോസിസ്, അല്ലെങ്കിൽ ലിംഫോമന്റെ സ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എപ്പോഴൊക്കെയാണ് ബോൺ മാരോ ബയോപ്സി ചെയ്യുന്നത്? ഒന്നെങ്കിൽ ആസ്പിറേഷൻ ഫെയിൽ ആവുമ്പോൾ, രണ്ടാമത്തത് അപ്ലാസ്റ്റിക് അനീമിയ, പിന്നെ മൈലോ ഫൈബ്രോസിസ് എന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും ഫോക്കൽ ലീഷൻസ്, ഗ്രാനുലോമ ഒക്കെ ഉണ്ടാവുന്ന ഫോക്കൽ ലീഷൻസ്, ഏതൊക്കെ നമ്മൾ TB ഒക്കെ പറയണ പോലെ, പിന്നെ ഹെയർ സെൽ ലുക്കീമിയ, എന്തെങ്കിലും ബോൺ ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ സ്റ്റേജിങ് ഓഫ് ലിംഫോമ. അപ്പൊ ഇത്രയും കേസിലാണ് എന്ത് ബോൺ മാരോ ബയോപ്സി ചെയ്യേണ്ടി വരിക. ഇനി എപ്പോഴൊക്കെയാണ് എന്ത് ബോൺ മാരോ ബയോപ്സി ആയിട്ട് ബോൺ മാരോ ആസ്പിറേഷൻ ആയിക്കാണ്? അപ്പൊ ഏതൊക്കെ സ്റ്റേജിലാണ് ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ്? ഒന്ന്, പേഷ്യന്റിന് എന്തുണ്ടാവണം? ഹീമോഫീലിയ ഉണ്ടാവണം. പിന്നെ ഹീമോഫീലിയ അല്ലാതെ വേറെ എന്തെങ്കിലും കോയാഗുലേഷൻ ഡിസോർഡേഴ്സ് ഉണ്ടാവണം. അല്ലെങ്കിൽ കുറെ സൈറ്റ് പറയും, ഒരു സ്പെസിഫിക് സൈറ്റ്, കുറച്ച് സൈറ്റിൽ നിന്നല്ല നമ്മൾ ഫ്ലൂയിഡ് എടുക്കുക അല്ലെങ്കിൽ ബയോപ്സി എടുക്കുക. അപ്പൊ ആ സൈറ്റിൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ എപ്പോഴൊക്കെയാണ് കോൺട്രാ ഇൻഡിക്കേറ്റഡ്? ഒന്ന്, പേഷ്യന്റിന് ഹീമോഫീലിയ ഉണ്ടാവണം. രണ്ടാമത്തത്, അല്ലെങ്കിൽ ഹീമോഫീലിയ വേറെ എന്തെങ്കിലും കോയാഗുലേഷൻ ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ ഏത് സൈറ്റ് ആണോ ആ എടുക്കുന്ന ആ സൈറ്റിൽ ഇൻഫെക്ഷൻ വരാം. അപ്പൊ ഏതൊക്കെ സൈറ്റ് ആണ് എടുക്കുന്നത്? ഒന്ന് ഇലിയാക് സ്പൈൻ അല്ലെങ്കിൽ ക്രസ്റ്റ്, പിന്നെ സ്റ്റേർണം, പിന്നെ സ്പൈനസ് പ്രോസസ് ഓഫ് ലംബാർ വെർട്ടിബ്ര, ടിബിയ. അപ്പൊ ബോൺ മാരോ ആസ്പിറേഷൻ അല്ലെങ്കിൽ ബോൺ മാരോ ബയോപ്സി എടുക്കുന്ന ഏത് സൈറ്റിൽ നിന്നാണ്? ഇലിയാക് സ്പൈൻ അല്ലെങ്കിൽ ക്രസ്റ്റ്, സ്റ്റേർണം, സ്പൈനസ് പ്രോസസ് ഓഫ് ലംബാർ വെർട്ടിബ്ര, പിന്നെ ടിബിയ. ഇനി ഈ ബയോപ്സി അല്ലെങ്കിൽ ആസ്പിറേഷൻ കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാ? ആ സൈറ്റിൽ ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ ആ സൈറ്റിൽ ബ്ലീഡിങ് വരാം. അപ്പൊ കോംപ്ലിക്കേഷൻസ് ഇൻഫെക്ഷനും ബ്ലീഡിങ് ആണ്. ഇനി ഇപ്പൊ നമ്മൾ ആസ്പിറേഷൻ നമ്മൾ എന്ത് മാത്രമേ എടുക്കുള്ളൂ? ഫ്ലൂയിഡ് മാത്രമേ എടുക്കുള്ളൂ. ഇനി ബയോപ്സിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ബോണിന്റെ ഒരു പാർട്ടും കൂടി എടുക്കൂല്ലേ? അപ്പൊ ആ എടുത്ത പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്യണം. അപ്പൊ ആ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് ആണ് 10% ഫോർമാലിൻ അല്ലെങ്കിൽ ഹെല്ലീസ് ഫ്ലൂയിഡ്. അപ്പൊ ബോൺ മാരോ ബയോപ്സിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ബോണിന്റെ ഒരു പാർട്ടും ഒരു പീസും കൂടി എടുക്കും. അപ്പൊ ആ പീസ് നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്യണം. ആ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് ആണ് 10% ഫോർമാലിൻ അല്ലെങ്കിൽ ഹെല്ലീസ് ഫ്ലൂയിഡ്. അപ്പൊ ഹെല്ലീസ് ഫ്ലൂയിഡ് എന്താ? പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, HgCl, മെർക്കുറി ക്ലോറൈഡ്, ഫോർമാലിൻ ആൻഡ് വാട്ടർ. അപ്പൊ ഹെല്ലീസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, മെർക്കുറി ക്ലോറൈഡ്, ഫോർമാലിൻ ആൻഡ് വാട്ടർ. ഇനി നമ്മളിത് സ്റ്റീം ചെയ്യണം. നമുക്ക് എന്താണ് ബോണ്ട് സ്ട്രക്ചറും എങ്ങനെയാണ് ബോൺസ് സെൽസ് ഒക്കെയാണ് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീം ചെയ്യണം. അപ്പൊ സ്റ്റീം ചെയ്യുമ്പോൾ നമ്മൾ റൊവനോസ്കി സ്റ്റെയിൻ, ഒന്നെങ്കിൽ H&U ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗിംസ സ്റ്റെയിൻ ഉപയോഗിക്കാം. H&U ഉപയോഗിക്കാം, ഗിംസ സ്റ്റെയിൻ ഉപയോഗിക്കാം.
അപ്പോൾ നമ്മൾ എന്താണ് ആസ്പിറേഷന് വേണ്ടി എടുക്കണ നീഡിൽസ് ഏതൊക്കെയാണ് മിസ് പറഞ്ഞു. ഒന്ന് സാല, പിന്നെ ക്ലിമ നീഡിൽ, പിന്നെ ഒന്നും കൂടി ഉള്ളത് ജംഷിഡി നീഡിൽ എന്നാണ്. അതിൽ ജംഷിഡി നീഡിലാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുക, ബയോപ്സിക്ക് ഉപയോഗിക്കുന്നതാണ് ജംഷിഡി നീഡിൽ. രണ്ടും ഉപയോഗിക്കുക, പക്ഷെ ജംഷിഡി നീഡിലാണ് മെയിൻലി നമ്മൾ എന്തിനു ഉപയോഗിക്കുക, ബയോപ്സി ഉപയോഗിക്കുക. സാല ക്ലിമ എന്നൊക്കെയാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുക, ആസ്പിറേഷൻ ഉപയോഗിക്കുക. അപ്പൊ സാല ആൻഡ് ക്ലിമ എന്തിനാ ഉപയോഗിക്കുക, ബോൺ ആസ്പിറേഷൻ ഉപയോഗിക്കും, ബോൺ മാരോ ആസ്പിറേഷനും. ജംഷിഡി നീഡിൽ നോർമലി മീൻസ് മേജർ കേസ് നമ്മൾ എന്തിനു ഉപയോഗിക്കും, ബോൺ മാരോ ബയോപ്സിക്ക് ഉപയോഗിക്കും. അപ്പൊ ഇതിൽ ഇത്രേ പറയാനുള്ളൂ. അപ്പൊ ബോൺ മാരോ എക്സാമിനേഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് അറിയേണ്ടത് ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്, ബോൺ മാരോ ആസ്പിറേഷനും ബോൺ മാരോ ബയോപ്സിക്കും ഉള്ള ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്, കോൺട്രാഇൻഡിക്കേഷൻസ് എന്താണ്, പിന്നെ കോംപ്ലിക്കേഷൻ എന്താണ്, പിന്നെ ഈ 3 നീഡിലും. അപ്പൊ ബോൺ മാരോ എക്സാമിനേഷനിൽ നമ്മൾ അറിയേണ്ടത് ഈ ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ബോൺ മാരോ എക്സാമിനേഷൻ നിർത്തട്ടെ, ഇനി അടുത്ത ടോപ്പിക് പോട്ടെ. ഇനി അടുത്ത ടോപ്പിക് ലബോറട്ടറി ടെസ്റ്റിംഗ് അനീമിയ. അപ്പോൾ അനീമിയ നമ്മളെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അനീമിയന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ 2 രീതി ചെയ്യൂലേ. ഒന്ന് എത്തിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പിന്നെ എന്തുണ്ട്, മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇനി പറയുന്നത് എല്ലാ അനീമിയാസും ഞാൻ ഇപ്പൊ ഇതിലുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടാ, ഇത്തിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്തിയോളജിക്കലി നമുക്ക് അനീമിയനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, ഒന്നെങ്കിൽ RBC പ്രൊഡക്ഷൻ കുറഞ്ഞതുകൊണ്ടാവും, അല്ലെങ്കിൽ RBC ഡിസ്ട്രക്ഷൻ കൂടിയതുണ്ടാവും, അല്ലെങ്കിൽ ബ്ലഡ് ലോസോ ഉണ്ടാവും. അപ്പൊ ഇത്തിയോളജിക്കലി അനീമിയ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് പ്രൊഡക്ഷൻ കുറഞ്ഞതുകൊണ്ടാവും, മീൻസ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ കൂടിയതുകൊണ്ടാവും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബ്ലഡ് ലോസോ ഉണ്ടാവും. അതില് പ്രൊഡക്ഷൻ കുറഞ്ഞത് തന്നെ നമുക്ക് ന്യൂട്രീഷനിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോണിക് ഡിസീസ് കൊണ്ടാവാം, അല്ലെങ്കിൽ അപ്ലാസ്റ്റിക് അനീമിയ വരാം, അല്ലെങ്കിൽ സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ ഒക്കെ വരാം. ഇനി ഡിസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്തത് നമ്മൾ ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറയും. അപ്പൊ ഹീമോലൈറ്റിക് എന്താവാം, ഹെറിഡിറ്ററി ഉണ്ട്, അക്വയർഡ് ഉണ്ട്, പിന്നെ ബ്ലഡ് ലോസും ഉണ്ട്, എന്ന് വെച്ചാൽ എന്തെങ്കിലും ആക്സിഡന്റൽ അങ്ങനെയൊക്കെ വരുന്നത്. ഇനി അതിൽ ഫസ്റ്റ് വൺ എന്താ, പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്തതിൽ തന്നെ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ട്, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അല്ലെങ്കിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ അയൺ ഡെഫിഷ്യൻസി അനീമിയ. അപ്പോ ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒന്നും പറയണില്ല, ആകെ ലബോറട്ടറി ഫീച്ചേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലഡ് സ്മിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണും, ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് RBC കാണാം. ഇനി പിന്നെ എന്ത് കാണും, പെൻസിൽ ഷേപ്ഡ് സെൽസ് കാണും. പെൻസിൽ ഷേപ്ഡ് സെൽസ് എന്ന് പറഞ്ഞാൽ ഇലോങ്ങേറ്റഡ് തിൻ സെൽസിനെയാണ് പെൻസിൽ ഷേപ്ഡ് RBC അല്ലെങ്കിൽ പെൻസിൽ ഷേപ്ഡ് സെൽസ് എന്ന് പറയാം. അപ്പോ എന്ത് ചെയ്യും, പെരിഫറൽ സ്മിയറിൽ എന്ത് കാണാം, ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് RBC കാണും, അല്ലെങ്കിൽ പെൻസിൽ ഷേപ്ഡ് സെൽസ് കാണും. ഇനി വേറെ ഡയഗ്നോസിസ്, പിന്നെ നമുക്ക് HB കുറവാവും, PCV കുറവാവും, MCH കുറവാവും, MCHC കുറവാവും, പിന്നെ സിറം ഫെറിറ്റിൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഫോം ഓഫ് അയൺ, അത് <15 microgram/dL. പക്ഷെ അത് നമുക്ക് അയൺ ഡെഫിഷ്യൻസിയിൽ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം സിറം ഫെറിറ്റിൻ എന്ന് പറയുന്നത്, ഫെറിറ്റിൻ എന്ന് പറഞ്ഞാൽ ഒരു അക്യൂട്ട് ഫേസ് റിയാക്ടന്റ് ആണ്. അപ്പൊ അക്യൂട്ട് ഫേസ് റിയാക്ടന്റ് ആയതുകൊണ്ട് എന്ത് ഇൻഫ്ലമേഷൻ വന്നാലും സിറം ഫെറിറ്റിൻ ഇൻക്രീസ് ചെയ്യും. അപ്പൊ അയൺ ഡെഫിഷ്യൻസിയിൽ മാത്രമാണ് എന്താ സിറം ഫെറിറ്റിന്റെ ചേഞ്ചസ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ അയൺ പക്ഷെ സിറം ഫെറിറ്റിൻ ചേഞ്ച് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണമെന്നും ഡിക്രീസ് ചെയ്യണതും മീൻസ് നമുക്ക് അയൺ ഡെഫിഷ്യൻസിയിലാണെന്ന് മാത്രം പറയാൻ പറ്റില്ല. കാരണം സിറം ഫെറിറ്റിൻ എന്ന് പറയുന്നത് അക്യൂട്ട് ഫേസ് റിയാക്ടന്റ് ആണ്. അപ്പൊ ഇൻഫ്ലമേഷനിൽ അത് ഇൻക്രീസ് ചെയ്യാം. ഇനി സിറം അയൺ കുറയും, പിന്നെ ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും, പിന്നെ ടോട്ടൽ അതിന്റെ സാച്ചുറേഷൻ കുറയും, ട്രാൻസ്ഫറിന്റെ സാച്ചുറേഷൻ കുറയും, <10% എക്കാരം. ഇനി ഇനി ഈ ട്രാൻസ്ഫറിങ് റിസപ്റ്റേഴ്സ് നമ്മളെ ബോഡിയിലുള്ള എല്ലാ സെൽസിലും ഉണ്ട്. അപ്പോൾ എല്ലാ സെൽസിലും ഉണ്ടായതുകൊണ്ട് എന്താണ്,
ട്രാൻസ്ഫറിന്റെ സാച്ചുറേഷൻ കുറയണത് നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ മാത്രമാവില്ല. എന്തെങ്കിലും മൈലോ പ്രോലിഫറേറ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹീമോലൈറ്റിക് അനീമിയ എടുത്താലും എന്ത് കുറയും? സിറം അല്ല ട്രാൻസ്ഫറിന്റെ സാച്ചുറേഷന്റെ റേറ്റ് കുറയും. അപ്പോൾ ഇനി എന്താണ് അടുത്തത്? ബോൺ മാരോ അയൺ സ്റ്റെയിനിങ്. അപ്പൊ ബോൺ മാരോ അയൺ സ്റ്റെയിനിങ്ങിൽ എന്താ നമ്മള് പ്രഷ്യൻ ബ്ലൂ റിയാക്ഷൻ അല്ലേ, നമ്മളെ ബ്ലൂ ഇത് കാണുന്നത്, ബ്ലൂ കളർ കാണുന്നത് ബോൺ മാരോയില്. അപ്പൊ അതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ എന്ത് അയൺ എന്ന് പറയുന്നത്. അപ്പൊ പേൾ സ്റ്റോയിൻ ഒഴിക്കുമ്പോൾ പ്രഷ്യൻ ബ്ലൂ റിയാക്ഷൻ കാണാം. അതാണ് അയണിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത് ബോൺ മാരോ സ്റ്റെയിനിങ് ആണ്. അപ്പോൾ ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് അയൺ ഡെഫിഷ്യൻസി അനീമിയ പറഞ്ഞാൽ ഫസ്റ്റ് വൺ HB കുറവാകും, PCV കുറവാകും, MCHും കുറവാകും. പിന്നെ പെരിഫറൽ സ്മിയറിൽ നമുക്ക് എന്ത് കാണാം? മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയയും കാണാം, പെൻസിൽ ഷേപ്ഡ് സെൽസും കാണാം. പിന്നെ സിറം ഫെറിറ്റിൻ കുറയും, പിന്നെ സിറം അയൺ കുറയും, ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും, ട്രാൻസ്ഫറിന്റെ സാച്ചുറേഷൻ ഡിക്രീസ് ചെയ്യും. പിന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആയ ബോൺ മാരോ അയണും. സ്റ്റെയിൻ ഏതാ? പേൾ സ്റ്റെയിൻ, പ്രഷ്യൻ ബ്ലൂ റിയാക്ഷൻ. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ എത്രയും അറിയാനുള്ളത്. പിന്നെ സെക്കൻഡ് ന്യൂട്രീഷണൽ എന്താ? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പൊ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഒന്നെങ്കിൽ വൈറ്റമിൻ B12 പ്രശ്നം കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തേക്കാരം ഫോളേറ്റ് ഡെഫിഷ്യൻസി കൊണ്ടാവും. അപ്പൊ രണ്ടും എന്തിനു വേണം? DNA മെച്ചുറേഷൻ വേണം. അപ്പൊ DNA മെച്ചുവേർഡ് ആവില്ല. അപ്പൊ ഇതിലെന്തൊക്കെയാ? നമുക്ക് ആദ്യം ഫസ്റ്റ് ബ്ലഡ് സ്മിയറിലേക്ക് പോവാം. അപ്പൊ ബ്ലഡ് സ്മിയറിൽ നമുക്ക് എന്ത് കാണാം? ഓവൽ മാക്രോസൈറ്റോസിസ് എന്നുവെച്ചാൽ ഓവൽ ഷേപ്ഡ് മാക്രോസൈറ്റ് കാണും, വലിയ സെൽസിനെ കാണും. പിന്നെ എന്ത് കാണും? ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് കാണും. ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് എന്ന് പറഞ്ഞാല് ചെറിയ സ്മോൾ ബ്ലൂ ഓർ ബ്ലാക്ക് ഗ്രാന്യൂൾസ് ഇൻ റെഡ് സെൽസ്. അപ്പൊ റെഡ് സെൽസിൽ കാണുന്ന ചെറിയ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഗ്രാന്യൂൾ ആണ് ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതെന്താ? ഈ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് എന്ന് പറഞ്ഞാൽ റൈബോസോമൽ RNA അല്ലെങ്കിൽ റൈബോസോമിന്റെ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആണ്. അപ്പോൾ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ബ്ലാക്ക് ഓർ റെഡ് ഗ്രാന്യൂൾസ് സീൻ ഇൻ RBC. ഈ ഗ്രാന്യൂൾസ് ഒന്നെങ്കിൽ റൈബോസോമൽ RNA അല്ലെങ്കിൽ RNA-ന്റെ ഫ്രാഗ്മെന്റ്സ് ആണ്. ഇനി അടുത്ത ഏത് സെല്ല് കാണാം? ഹവൽ ജോളി ബോഡി. അപ്പോൾ ഹവൽ ജോളി ബോഡി എന്ന് പറഞ്ഞാൽ ഇതേപോലെ സ്മോൾ റൗണ്ട് ആയിട്ട് ഒരു ഡെൻസിലി സ്റ്റെയിനിങ് ഒരു ഡാർക്ക് ബ്ലൂ കളറായിട്ടൊരു സെല്ലാണ്. അപ്പോൾ ഇതില് സെല്ലിന്റെ പെരിഫറിയില് നമുക്ക് എന്ത് കാണും? ന്യൂക്ലിയർ റെമനൻസ് കാണും. ഇതിൽ വലിയ ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ഇതാണ് സംഭവം. പക്ഷെ ഇതിൽ ചെറുതായിട്ട് കൊടുത്തിട്ടു. അപ്പോൾ ന്യൂക്ലിയർ റെമനന്റ് ആണ് ഹവൽ ജോളി ബോഡി. ഒരു സ്മോൾ ആണ്. പിന്നെ ഡാർക്ക്ലി സ്റ്റെയിനിങ്, പിന്നെ ഡാർക്ക് ബ്ലൂ കളേർഡ് ആയിട്ടുള്ള സെല്ലാണ് ഹവൽ ജോളി ബോഡി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ന്യൂട്രോഫിൽസിലെ ഹൈപ്പർ സെഗ്മെന്റേഷൻ കാണും. അപ്പോൾ മെഗാലോബ്ലാസ്റ്റിക് അനീമിയന്റെ ബ്ലഡ് സ്മിയറിൽ നമുക്ക് എന്തൊക്കെ കാണാം? ഒന്ന് മാക്രോസൈറ്റ്സ് കാണാം, പിന്നെ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ്സ് കാണും, പിന്നെ ഹവൽ ജോളി ബോഡീസ് കാണും. പിന്നെ നമ്മൾ പെർനീഷ്യസ് അനീമിയ അറിയില്ലേ? അത് ഇതിന്റെ ഒരു സംഭവമല്ലേ? പെർനീഷ്യസ് അനീമിയ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ അല്ലേ? അപ്പൊ പെർനീഷ്യസ് അനീമിയയിൽ കാണുന്ന ഒരു സംഭവമാണ് ക്യാബറ്റ് റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ക്യാബറ്റ് റിംഗ് എന്ന് പറഞ്ഞാൽ അതും ന്യൂക്ലിയർ മെംബ്രെയിന്റെ റിമനൻസ് ആണ്. അത് ഏകദേശം ഒരു 8ന്റെ ഷേപ്പിലാണ് കാണാം ക്യാബറ്റ് റിംഗ്. ഇതാണ് ക്യാബറ്റ് റിംഗ്. അപ്പൊ ഏത് പെർനീഷ്യസ് അനീമിയയിൽ കാണുന്നതാണ് ക്യാബറ്റ് റിംഗ്. ഇനി ബോൺ മാരോ എക്സാമിനേഷനിൽ നമുക്ക് എന്തൊക്കെ കാണാം? മെഗാലോബ്ലാസ്റ്റ് കാണാം, മെറ്റാമൈലോസൈറ്റ് കാണാം, ബാൻഡ് ഫോംസ് കാണാം. അപ്പൊ ഇതാണ് മെഗാലോബ്ലാസ്റ്റ്. അപ്പൊ മെഗാലോബ്ലാസ്റ്റ് കാണാം, പിന്നെ മെറ്റാമൈലോസൈറ്റും ബാൻഡ് ഫോമും ഇതില്ല. പിന്നെ എറിത്രോയിഡ് ഹൈപ്പർപ്ലേസിയ കാണാം. ഈ മൈലോയിഡ് സെൽസ് മാർക്ക് ചെയ്താണ് എറിത്രോയിഡ് ഹൈപ്പർപ്ലേസിയ. അപ്പൊ അപ്പൊ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയില് ബ്ലഡ് പെരിഫറിയിൽ നമുക്ക് എന്ത് കാണും? ഓവൽ മാക്രോസൈറ്റോസിസ് കാണും, ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് കാണും, ഹവൽ ജോളി ബോഡീസ് കാണും. പിന്നെ പെർനീഷ്യസ് അനീമിയ ആണെങ്കിൽ എസ്പെഷ്യലി ക്യാബറ്റ് റിംഗ് കാണും. പിന്നെ ബോൺ മാരോ എക്സാമിനേഷനിൽ മെഗാലോബ്ലാസ്റ്റും മൈലോയിഡ് സെൽസും ഹെറിത്രോയിഡ് ഹൈപ്പർപ്ലേസിയും മെറ്റാമൈലോസൈറ്റും ബാൻഡ് ഫോംസ് ഒക്കെ കാണാൻ പറ്റും. ഇനി നമുക്ക് വൈറ്റമിൻ അസേ ചെയ്യാം മെഗാലോബ്ലാസ്റ്റിക് അനീമിയയില്. മീൻസ് വൈറ്റമിൻ B12 ആണോ ഡെഫിഷ്യൻസി കാരണമാണോ അത് വന്നത്, അല്ലെങ്കിൽ ഫോളേറ്റിന്റെ കാരണമാണോ? അപ്പോൾ
എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ ആസേ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയന്റെ ലബോറട്ടറി ഡയഗ്നോസിസ് ഇതിൽ വരുന്നത്. ഇനി അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ്. അപ്പോൾ അനീമിയ ഓഫ് എന്താണ് ക്രോണിക് ഡിസീസ്, എന്തെങ്കിലും ലിവറിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കിഡ്നി അങ്ങനത്തെ എന്തെങ്കിലും ക്രോണിക് ഡിസീസ് വരുമ്പോൾ, അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിൽ ഇനി നമുക്ക് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിൽ 2 ടൈപ്പും RBC നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നോർമോസൈറ്റിക് RBC കാണാൻ പറ്റും, മൈക്രോസൈറ്റിക് RBC കാണാൻ പറ്റും. പിന്നെ സിറം അയൺ കുറവായിരിക്കും, സിറം ഫെറിറ്റിൻ ഇൻക്രീസ് ചെയ്യും. ഇനി അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ് അയണിന്റെ ട്രാൻസ്പോർട്ടിൽ ബ്ലോക്ക് എന്ന് വെച്ചാൽ സിറം ഫെറിറ്റിൻ ആണല്ലോ അയണിന്റെ എന്താണ് സ്റ്റോർഡ് ഫോം. അപ്പൊ അത് റിലീസ് ചെയ്യണം. അപ്പൊ ആ റിലീസിൽ വരുന്ന പ്രശ്നം കൊണ്ടാണ് അതാണ് ക്രോണിക് ഡിസീസിൽ അനീമിയ ഉണ്ടാകാൻ കാരണം. അതുകൊണ്ടാണ് സിറം അയൺ കുറയുന്നതും സിറം ഫെറിറ്റിൻ ഇൻക്രീസ് ചെയ്യും. കാരണം സ്റ്റോർഡ് അയൺ റിലീസ് ആക്കാൻ പറ്റുന്നില്ല. 2 ടൈപ്പ് സെൽസും നമുക്ക് പെരിഫറിയിൽ കാണാം. നോമോസൈറ്റിൻ കാണാം, മൈക്രോസൈറ്റിൻ കാണാം, RBC. ഇനി അടുത്ത അനീമിയ സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ. അപ്പൊ സിഡ്രോബ്ലാസ്റ്റിക് അനീമിയന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മളെ എന്താണ് ഹീമിലേക്ക് ആര് വരണം, അയൺ വരണം. പക്ഷെ സിഡ്രോബ്ലാസ്റ്റിക് അനീമിയയില് അയൺ എന്തായിട്ട് ഇൻകോപ്പറേറ്റ് ആവണില്ല, ഹീമായിട്ട് ഇൻകോപ്പറേറ്റ് ആവണില്ല. അതാണ് സിഡ്രോബ്ലാസ്റ്റിക് അനീമിയന്റെ പ്രശ്നം. അപ്പൊ എന്ത് ചെയ്യും, അങ്ങനെ ഇൻകോപ്പറേറ്റ് ആവാത്ത അയൺ എന്ത് ചെയ്യും, നമ്മളെ RBCന്റെ ന്യൂക്ലിയസിന്റെ ചുറ്റും വരും. അതാണ് അയൺ ഗ്രാന്യൂൾസ്. ഇവിടെ കണ്ടോ അയൺ ഗ്രാന്യൂൾസ് ന്യൂക്ലിയസിന്റെ ചുറ്റും വന്നത് ഒരു റിംഗ് സിഡ്രോബ്ലാസ്റ്റ്, ന്യൂക്ലിയസ് ചുറ്റും റിംഗ് പോലെ അയൺ ഗ്രാന്യൂൾസ് വന്നത്. ഇനി സിഡ്രോബ്ലാസ്റ്റിക് അനീമിയയില് പെരിഫറൽ സ്മിയറിൽ ഡൈമോർഫിക് ആവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോർമോസൈറ്റിക്കും കാണാം, മൈക്രോസൈറ്റിക്കും കാണാം, രണ്ടും കാണാം. പിന്നെ എന്താണ് നമുക്ക് നമ്മൾ ബോൺ മാരിന്റെ ഉള്ളിലാണെങ്കിൽ ബ്ലാസ്റ്റ് എന്ന് പറയുള്ളൂ, പുറത്താണെങ്കിൽ നമ്മൾ സൈറ്റ് എന്ന് പറയും. അപ്പോൾ ഒരു സിഡ്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ RBCന്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു ഈ ഹീമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാത്ത അയൺ ഗ്രാന്യൂൾസ് കാണും. അതിനെയാണ് നമ്മൾ പാപ്പൻഹീമർ ബോഡീസ് എന്ന് പറയും. ഇതില് സിറം അയണും ഫെറിറ്റിനും ഇൻക്രീസ് ചെയ്യും. കാരണം അയൺ ഹീമിലേക്ക് ഇൻകോപ്പറേറ്റ് ആവണല്ലോ, യൂട്ടിലൈസ് ആവണില്ലല്ലോ. അപ്പൊ രണ്ടും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാല് അയൺ ഹീമായിട്ട് ഇൻകോപ്പറേറ്റ് ആവണില്ല. അപ്പൊ എന്ത് ചെയ്യും, ആ ഇൻകോപ്പറേറ്റ് ആവാത്ത അയൺ നമ്മൾ ന്യൂക്ലിയസിന്റെ ചുറ്റും തന്നെ ഉണ്ടാവും. ഇതില് നമ്മൾ ബോൺ മാരോയിലാണെങ്കിൽ അത് റിംഗ് ആവുമ്പോൾ നമ്മൾ റിംഗ് സിഡ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പെരിഫറിയിലാണെങ്കിൽ എന്തേക്കാരം സൈറ്റ് ആണല്ലോ പെരിഫറിയിൽ പറയാം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് കാണാം, അയൺ ഗ്രാന്യൂൾസ് കാണാം. ആ അയൺ ഗ്രാന്യൂൾസ് ആണ് പാപ്പൻഹീമർ ബോഡീസ്. പിന്നെ സിഡ്രോബ്ലാസ്റ്റിക് അനീമിയയിൽ നമുക്ക് 2 ടൈപ്പ് സെൽസും കാണാം, RBCs കാണാം, മോർബോസൈറ്റിക് കാണാം, മൈക്രോസൈറ്റിക് കാണാം. അതുകൊണ്ട് അത് ഡൈമോർഫിക് ആണ്. പിന്നെ അയൺ ഇൻകോപ്പറേറ്റ് അയൺ യൂട്ടിലൈസ് ആവണില്ല. അതുകൊണ്ടാണ് സിറം അയണും ഫെറിറ്റിനും ഇൻക്രീസ് ആവണത്. ക്രോണിക് ഡിസീസിൽ എന്താണ് സ്റ്റോർഡ് അയൺ ഇങ്ങനെ പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല, റിലീസ് ആക്കാൻ കഴിഞ്ഞില്ല, അവിടെ ഒരു ബ്ലോക്കേജ് ആണ്. അതുകൊണ്ടാണ് ഫെറിറ്റിൻ ഇൻക്രീസ് ചെയ്യണത്, സീറത്തിൽ അയൺ ഡിക്രീസ് ചെയ്യാൻ കാരണം. അപ്പൊ ഇതാണ് എന്ത് പ്രൊഡക്ഷനിൽ കുറവ് വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ അപ്കൊന്നിങ് കുറയുന്നുണ്ട് കേട്ടോ, പ്ലാസ്റ്റിക് അനീമിയ അതൊന്നും വേണ്ട, അതിന്റെ ലബോറട്ടറി ഡയഗ്നോസിസും വേണ്ട. ഈ 4 ലബോറട്ടറി ഡയഗ്നോസിസും പിന്നെ സിറം മീൻസ് പെരിഫറൽ ബ്ലഡ് സ്മിയറിൽ എന്താണ് കാണുമെന്നും മനസ്സിലാക്കിയാൽ മതി. ഇതിലേതെങ്കിലും ഇനി പറയണോ ഈ ഇതില്? ഹലോ, ഒന്നുമില്ലല്ലോ, ഡൗട്ട് ഇല്ലല്ലോ ഇതിലേതിലും? ഇല്ല. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താ? ഇത്തിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് 1 കഴിഞ്ഞു, എന്ന് വെച്ചാൽ പ്രൊഡക്ഷനിൽ ഡിക്രീസ് വരുന്നുണ്ട്. ഇനി അടുത്തത് എന്താ? ഡിസ്ട്രക്ഷൻ, റെഡ് സെൽ ഡിസ്ട്രക്ഷൻ കൂടാ. അപ്പൊ റെഡ് സെൽ ഡിസ്ട്രക്ഷൻ കൂടി നമ്മൾ 2 ടൈപ്പ് പറഞ്ഞു. ഒന്ന് ഹെറിഡിറ്ററിയും പറഞ്ഞു, എക്വയർഡും പറഞ്ഞു. അതില് ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാല് ഇൻട്രാവാസ്കുലാർ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡ് സർക്കുലേഷന്റെ സമയത്ത് എന്താണ് RBC ലൈസ് ആവുക, അതാണ് ഹെറിഡിറ്ററിയിൽ വരുന്നത്. അക്വയർഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വാസ്കുലാർ ആണ്. എന്ന് വെച്ചാൽ
ആർ ബി സിയിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടല്ല, എക്സ്ട്രാ വെച്ചാൽ വാസ്കുലർ സിസ്റ്റം, സ്പ്ലീൻ, അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ആന്റിബോഡീസ് ഉണ്ട്, അങ്ങനെ എക്സ്ട്രാ വാസ്കുലർ ആണ് എന്ത് അക്വയർഡ് എപ്പോഴും. അപ്പൊ ഹെറിഡിറ്ററി എന്ന് പറയുന്നത് എപ്പോഴും എന്തേക്കാരം ഇൻട്രാവാസ്കുലാർ ആവും, എക്സ്ട്രാ വാസ്കുലാർ ആണ് അക്വയർഡ്. അപ്പൊ എന്താണ് അതിൽ ഫസ്റ്റ് ആണ് എക്സ്ട്രാ വാസ്കുലാർ. ജസ്റ്റ് ഒന്ന് പറയാം എന്തൊക്കെയാണ് റീസൺ. ഒന്ന് ആന്റിബോഡീസ്, അത് നമുക്ക് പഠിക്കാണ്ട്. ആന്റിബോഡി മീഡിയേറ്റ് ഇമ്മ്യൂണോ ഹിമോലിറ്റിക് അനീമിയ അത് വരാണ്ട്. പിന്നെ മെക്കാനിക്കൽ ട്രോമ ഉണ്ടാവാം, അതാണ് നമ്മളെ മൈക്രോ ആൻജിയോപതിക് ഹിമോലൈറ്റിക് അനീമിയ. അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിൻസ് വന്നുകൊണ്ടാവും, മലേറിയ ടോക്സിൻസ് വന്നുകൊണ്ട് RBC ഡിസ്ട്രക്ട് ആവില്ല, അതാവാം. അല്ലെങ്കിൽ അക്വയർഡ് ആയിട്ട് എന്തെങ്കിലും റെഡ് സെൽ മെംബ്രെയിൻ ഡിഫക്റ്റ് വരാം, അല്ലെങ്കിൽ എന്താവും സ്പ്ലീനോമെഗാലി ആവും. ഇതാണ് അക്വയർഡ് ഹിമോലൈറ്റിക് അനീമിയന്റെ കോസസ്. അതിൽ നമുക്ക് ഫസ്റ്റ് വൺ മാത്രം ആന്റിബോഡി മീഡിയേറ്റർ മാത്രം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ ഇതില്. ഇനി ഇൻട്രാവാസ്കുലർ ആണ് ഹെറിഡിറ്ററി. അപ്പൊ ഹെറിഡിറ്ററി ആയിട്ട് എന്താ, ഒന്നെങ്കിൽ RBC മെംബ്രെയിൻ ഡിഫക്റ്റ് ആവാം, RBC മെംബ്രെയിൻ എന്തെങ്കിലും ഡിഫക്റ്റ് വന്നതാവാം, അല്ലെങ്കിൽ എന്താവാം ഹീമോഗ്ലോബിനിൽ എന്തെങ്കിലും പ്രശ്നം വരാം. അപ്പൊ ഹെറിഡിറ്ററിയിൽ ഒന്നെങ്കിൽ RBC മെംബ്രെയിൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ എന്താവാം ഹീമോഗ്ലോബിൻ എന്തെങ്കിലും പ്രശ്നമാവും. ഇനി ഈ ഹീമോഗ്ലോബിൻ തന്നെ നമുക്ക് എന്താ പറയാം, ഒന്നെങ്കിൽ ഹീമോഗ്ലോബിൻ സിന്തസിസ് കുറയാം, ആ ഹീമോഗ്ലോബിൻ സിന്തസിസ് കുറയുന്നതാണ് എന്ത് തലാസീമിയ. അല്ലെങ്കിൽ ഹീമോഗ്ലോബിനിൽ എന്തെങ്കിലും സ്ട്രക്ചറൽ ഡിഫക്ട്സ് വരാം, ഹീമോഗ്ലോബിനിൽ എന്തെങ്കിലും സ്ട്രക്ചറൽ ഡിഫക്ട്സ് വരാം. അപ്പൊ അതാണ് നമ്മളെ സിക്കിൾ സെൽ അനീമിയ. അത് ഹീമോഗ്ലോബിനിൽ വന്ന സ്ട്രക്ചറൽ ഡിഫക്റ്റ് അല്ലേ. അപ്പൊ ഹെറിഡിറ്ററി ഇതിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ RBC മെംബ്രെയിൻ ഡിഫക്റ്റ് ആവാം, അപ്പൊ RBC മെംബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം, അതാണ് നമ്മൾ സ്പിറോസൈറ്റോസിസ്, ഹെറിഡിറ്ററി സ്പിറോസൈറ്റോസിസ് കയ്യിലാണ്. അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ പ്രശ്നമാവാം. അപ്പൊ ഹീമോഗ്ലോബിനിൽ തന്നെ എന്താ, ഒന്നെങ്കിൽ സ്ട്രക്ചറലി പ്രശ്നം വരാം, അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ കുറഞ്ഞതാവും. പ്രൊഡക്ഷൻ കുറഞ്ഞതിൽ എന്താ നമ്മൾ പറയുന്നത് തലാസീമിയ. അപ്പൊ ഫസ്റ്റ് പറയുന്നത് തലാസീമിയ. അപ്പൊ തലാസീമിയ എത്ര ടൈപ്പ് ഉണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്. കാരണം ഹീമോഗ്ലോബിൻ രണ്ട് ചെയിനോട് ഉണ്ടാക്കിയത്, ആൽഫ ആൻഡ് ബീറ്റ പോളിപെപ്റ്റൈഡ് ചെയിൻ. അപ്പൊ അതിൽ ഏതെങ്കിലും പ്രൊഡക്ഷൻ കുറഞ്ഞ എന്തെങ്കിലും ഒന്നിന്റെ ഇതായതുകൊണ്ട്, ഇപ്പൊ ആൽഫ ആണെങ്കിൽ ആൽഫന്റെ പ്രൊഡക്ഷൻ ആണ് കുറഞ്ഞതെങ്കിൽ ആൽഫ തലാസീമിയ, ബീറ്റക്കാണ് പ്രശ്നമെങ്കിൽ ബീറ്റ തലാസീമിയ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ബീറ്റ തലാസീമിയ. അപ്പൊ ബീറ്റ തലാസീമിയ രണ്ട് ഫോം ഉണ്ട്, ബീറ്റ 0 ഉണ്ട്, ബീറ്റ പ്ലസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മള് ജീൻസിന്റെ അല്ലീൽസും അറിയില്ലേ, നമ്മള് എന്ത് ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം ഒക്കെ പറഞ്ഞപ്പോ IA IB എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ബീറ്റ തലാസീമിയൊക്കെ ഒന്നുണ്ട്, ബീറ്റ 0 ഉണ്ട്, ബീറ്റ പ്ലസ് ഉണ്ട്. ഇനി ക്ലിനിക്കലി എന്ത് നമ്മളെ ബീറ്റ തലാസീമിയ 3 ടൈപ്പാണ്, മേജർ ഇന്റർമീഡിയറ്റ് ആൻഡ് മൈനർ. അപ്പൊ ഇതെങ്ങനെ ക്ലാസിഫൈ ചെയ്യണത്? മേജർ എന്ന് പറഞ്ഞാല് ബീറ്റ 0 ബീറ്റ 0 അല്ലെങ്കിൽ ബീറ്റ 0 ബീറ്റ പ്ലസ്. അപ്പൊ ബീറ്റ 0 ആണെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ ബീറ്റ 0 ഇൻഹെറിറ്റ് ചെയ്ത ബീറ്റ 0 എന്തുണ്ടാക്കും, കംപ്ലീറ്റ് ആബ്സെൻസ് ഉണ്ടാക്കും ബീറ്റ 0. ബീറ്റ പ്ലസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നത് മാത്രം. ബീറ്റ 0 ജീൻ എന്താ ചെയ്യുന്നത്, കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ബീറ്റ ജീൻ ആണ്. ബീറ്റ പ്ലസ് എന്ന് പറഞ്ഞാല് ഡിക്രീസ് പ്രൊഡക്ഷൻ ഓഫ് ബീറ്റ ജീൻ ഉണ്ടാക്കുന്നത്. അപ്പൊ മേജർ എന്ന് പറഞ്ഞാല് ബീറ്റ 0 എന്ന് വെച്ചാൽ മദറിനും ഫാദറിനും ബീറ്റ 0 ആണ് ഇൻഹെറിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒരാളുടെ അടുത്തുനിന്ന് ബീറ്റ 0 മറ്റാളുടെ അടുത്തുനിന്ന് ബീറ്റ പ്ലസും. അപ്പൊ അതാണ് അങ്ങനെയാണ് മേജർ ഉണ്ടാവുക. ഈ മേജറിന്റെ ലബോറട്ടറി ഡയഗ്നോസിസ് എങ്ങനെയാണ്? മേജറിൽ സിവിയർ അനീമിയ കാരണം റെഡിക്കുലോസൈറ്റോസിസ് ഉണ്ടാവും, MCH ഒക്കെ കുറയും. ഇനി അതിന്റെ ബ്ലഡ് പെരിഫറൽ സ്മിയറിൽ എങ്ങനെ ഉണ്ടാവാം? ഇനി പെരിഫറലി നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? അനൈസോ പൊയ്ക്കിലോസൈറ്റോസിസ്. അപ്പൊ അനൈസോ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ സൈസ്. പൊയ്ക്കിലോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഷേപ്പ്. അപ്പൊ എന്താണ് അനൈസോ പൊയ്ക്കിലോസൈറ്റോസിസ്? അപ്പൊ RBCക്ക് എന്തുണ്ട്, സൈസിലും വേരിയേഷൻ ഉണ്ട്, ഷേപ്പിലും വേരിയേഷൻ ഉണ്ട്. അപ്പൊ ഇനി
അപ്പൊ ഏതൊക്കെ സെൽസ് കാണാൻ പറ്റും? സൈസിലും വേരിയേഷൻ ഉണ്ട്, ഷേപ്പിലും വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സെൽസ് കാണാം? ടാർഗറ്റ് സെൽസ് കാണാൻ പറ്റും. അപ്പോൾ ടാർഗറ്റ് സെൽസ് എന്ന് പറഞ്ഞാല് എന്താണ്, ആ സെല്ലിന്റെ നടുവില് സെൻട്രലി എന്തുണ്ടാവും? ഒരു പിങ്ക് കളർ സോൺ ഉണ്ടാവും. പിന്നെ ആ സെന്ററിന് ചുറ്റുള്ള പെരിഫറൽ റീജിയനിലെ പെരിഫറൽ റീജിയൻ കളർലെസ് ആവും. പിന്നെ ബോർഡറിൽ ഒരു റിമ്മ് പോലെ ഒരു ചെറുതായിട്ട് ഒരു പിങ്ക് കളർ കാണും. അതാണ് ടാർഗറ്റ് സെൽസ്. അപ്പൊ ടാർഗറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ സെൻട്രലി എന്തുണ്ടാവും? ഭയങ്കര പിങ്ക് ആയിട്ടുള്ള കളർ സോൺ ഉണ്ട്, ഭയങ്കര പിങ്ക് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും. പിന്നെ പെരിഫറിയിൽ എന്തുണ്ടാവും? കളർലെസ് ആവും. പിന്നെ ആ ബോർഡറിന്റെ ചുറ്റും ചെറിയൊരു പിങ്ക് കളർ കാണും. അതാണ് ടാർഗറ്റ് സെൽസ്. പിന്നെ എന്ത് കാണാം? ഷിസ്റ്റോസൈറ്റ്സ് കാണാം. ഷിസ്റ്റോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറഗുലർലി ഫ്രാഗ്മെന്റ് ചെയ്ത റെഡ് സെല്ലിനെയാണ് ഷിസ്റ്റോസൈറ്റ് പറയാം. പിന്നെ നോർമോബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ ഇമ്മച്ചർ റെഡ് സെൽസ് ആണ് നോർമോബ്ലാസ്റ്റ്. പിന്നെ മൈക്രോസൈറ്റ് കാണാം. അപ്പോ തലാസീമിയ മേജറിൽ എന്താണ് ടാർഗറ്റ് സെൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ടാർഗറ്റ് സെൽസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ടാർഗറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ സെൻട്രലി ഒരു പിങ്ക് ഏരിയ, പെരിഫറിയിൽ എന്താണ് ഒന്നുണ്ട് കളർലെസ് ആവും, പിന്നെ റിം ഉണ്ടാവും സൈറ്റോപ്ലാസത്തിന്റെ. പിന്നെ എന്ത് കാണാം? നോമോബ്ലാസ്റ്റ് കാണാം, ഷിസ്റ്റോസൈറ്റ് കാണാം, മൈക്രോസൈറ്റോസിസ് കാണാം. അപ്പോൾ മൊത്തമായിട്ട് എന്താ, RBC സെൽസിന് ഒരു അനീസോ മൈക്രോസൈറ്റോസിസ് ഷേപ്പിലും സൈസിലും വേരിയേഷൻ ഉണ്ടാവും ഏത് മേജറിൽ. ഇനി ബീറ്റ തലാസിമ ഇന്റർമീഡിയറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലിനിക്കൽ സിംറ്റംസും ഇന്റർമീഡിയറ്റ് ആവും. മീൻസ് മേജറിന്റെ അത്ര ഉണ്ടാവില്ല, മൈനറിന്റെ അത്ര ആവൂല, ഒരു ഇന്റർമീഡിയറ്റ് ഇതിൽ നിൽക്കും. ഇനി മേജർ ആയാലും ഇന്റർമീഡിയറ്റ് ആയാലും എന്തിന്റെ എമൗണ്ട് കൂടും? HbF, ഹിമോഗ്ലോബിന്റെ ഒരു വേരിയന്റ് ആണല്ലോ, മീൻസ് ഒരു ടൈപ്പ് ആണല്ലോ HbF എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബീറ്റ തലാസിമിയ മേജറിലും ബീറ്റ തലാസിമിയ ഇന്റർമീഡിയറ്റിലും എന്ത് ഇൻക്രീസ് ചെയ്യും? HbF ഇൻക്രീസ് ചെയ്യും. ഇനി മൈനറിൽ നമുക്ക് സെയിം ക്ലിനിക്കൽ ബ്ലഡ് സ്മിയറിലൊക്കെ സെയിം തന്നെ കാണാം. പക്ഷെ അതിന് എക്സ്ട്രാ ആയിട്ട് എന്തുണ്ടാവും? പോളിക്രോമാറ്റിക് സെൽസ് എന്ന് വെച്ചാൽ പോളിക്രോമാറ്റിക് RBCs കൂടി കാണും. അപ്പൊ പോളിക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? RNA ഉണ്ടായതുകൊണ്ട്, മീൻസ് RNA കംപ്ലീറ്റ്ലി പോവാത്തോണ്ട് എന്താ കളറാവും, മീൻസ് പിങ്ക് ആവില്ല, ഒരു ഭയങ്കര മിക്സ്ഡ് കളർ. പോളിക്രോമസി പറഞ്ഞാൽ കുറെ കളേഴ്സ് എന്നല്ല അർത്ഥം. അപ്പൊ ഒരു മിക്സ്ഡ് കളർ പോലെ. അപ്പോ മൈനറില് എന്താണ്, മേജറിൽ പറഞ്ഞ പെരിഫറൽ സ്മിയേഴ്സ് മീൻസ് പെരിഫറൽ സ്മിയറിലെ ഫീച്ചേഴ്സിന് അപ്പുറത്തേക്ക് ഒരു സെല്ലും കൂടി ഉണ്ടാവും, അതാണ് പോളിക്രോമാറ്റിക് സെൽസ്. അതും കൂടി എന്ത് കാണും? ബീറ്റ തലാസിമിയ മൈനറിൽ കാണും. ഇനി മൈനറില് ഇൻഹെറിറ്റൻസ് ഏതൊക്കെ ജീൻ വരാം? ബീറ്റ പ്ലസ് വരാം, അല്ലെങ്കിൽ ബീറ്റ0 വരാം. ഒരു നോർമൽ ചെയിൻ ഉണ്ടാവും, മറ്റത് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇനി ഇന്റർമീഡിയറ്റിലാണെങ്കിൽ എന്താ വരിക? ബീറ്റ പ്ലസ് വരാം. മൈനറിലാണെങ്കിൽ ഒന്ന് നോർമൽ ചെയിൻ ആവും, മറ്റത് ബീറ്റ പ്ലസ് ആവാം, അല്ലെങ്കിൽ ബീറ്റ0 ആവാം. അപ്പൊ ഇതാണ് HB ഇപ്പൊ എന്താ ഡിക്രീസൽ പ്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ഇനി പ്രൊഡക്ഷൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉണ്ടാവുന്ന സാധനത്തിന് പ്രശ്നമാണ്, മീൻസ് കിട്ടുന്ന പ്രൊഡക്റ്റിന് പ്രശ്നം വരാം. അപ്പൊ അതിൽ വരുന്ന എന്താണ്? സിക്കിൾ സെൽ അനീമിയ. മീറ്റിംഗ് 3 മിനിറ്റോടെ ഉണ്ടാവൂലേ? ഹലോ, ഉണ്ടാവും. ഇപ്പൊ ഉണ്ടാവും. ഇതാക്കിക്കോ, ഇത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ.